CPM-ൻ്റെ അടിത്തറ ആയിരുന്ന പിന്നോക്ക ഹൈന്ദവ വിഭാഗങ്ങൾ ഇപ്പോൾ ഇതിനകത്തൊരു കൃത്യമായൊരു സെനാറിയോ എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന മോഡി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, 2015 ശേഷം അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഒരു വലിയൊരു വിഭാഗം ഹിന്ദുക്കളെ ഒരു ഇനാക്റ്റീവായിട്ടെങ്കിലും അതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ആകർഷിച്ചില്ലെങ്കിലും അത് സംഗതി കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഈ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത്ര നാളും CPM-ന് പിന്തുണ നൽകിയിരുന്ന ഈഴവ സമുദായം, പട്ടികജാതി പട്ടികവർഗ സമുദായം, നമ്മൾ അടിസ്ഥാന വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന സമുദായങ്ങൾ, അവരെല്ലാം പതിയെ ഒരു ഹിന്ദുത്വ ചായ്വിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPM-ന് ഇനി വോട്ട് ചെയ്യാൻ അവർക്ക് എന്തോ ഒരു പുതിയ തലമുറയ്ക്കൊരു മടി പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഒപ്പം പഠിച്ച പല ആളുകളുടെയും അനന്തരഗാമികൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ വീട്ടിലെ സഹോദരന്മാരും അവരുടെ മക്കളും ഒക്കെ പറയുന്നത് വെച്ചാൽ, പൊതുവേ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് അവർക്ക് താല്പര്യമില്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നൊരു സമൂഹം ഈ CPM-ന് വോട്ട് ചെയ്തിരുന്ന, പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന സമൂഹങ്ങളിൽ ഉണ്ടായി വരുന്നുണ്ട്. അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടി മൃദു ഹിന്ദുത്വം കളിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അവരെ ഒന്ന് പ്രസാദിപ്പിച്ച് നിർത്തുക, അവരെ ഒന്ന് അപ്പീസ് ചെയ്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഈ മൃദു ഹിന്ദുത്വം CPM കളിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ മൃദു ഹിന്ദുത്വം കളിച്ചിട്ടും ഈ പറഞ്ഞ പോലെ ഒറിജിനുള്ളപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനെ വിശ്വസിക്കാത്ത പോലെ അവർ ഒരിക്കലും ആ മൃദു ഹിന്ദുത്വത്തിൽ വീഴാൻ തയ്യാറായില്ല. രണ്ടാമത്തെ കാര്യം, ഈ BJP-യുടെ കടന്നുവരവ്, ഞാൻ പണ്ട് മുതലേ പല ആളോടും പറയാറുണ്ടായിരുന്നു, ഈ BJP-യുടെ കടന്നുവരവ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ക്ഷീണിപ്പിക്കുക CPM-നെ തന്നെയായിരിക്കും. കാരണം എക്കാലവും കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും വോട്ട് ബാങ്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ ലോയൽറ്റി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് മാറ്റുമ്പോൾ മാത്രമേ UDF-ഉം കോൺഗ്രസും ഇലക്ഷനിൽ പരാജയപ്പെടാറുള്ളൂ. അല്ലാതെ ഒരിക്കലും അവർ പരാജയപ്പെടാറില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം CPM-ലേക്ക് പോയതുകൊണ്ടും പിന്നെ മുസ്ലിം സംഘടനകളുടെ ഈ ചുവടുമാറ്റം കൊണ്ടും LDF-ന് വലിയ ഗുണമുണ്ടായി. കാരണം മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും LDF-ന് കിട്ടി. പക്ഷേ ഇത്തവണ നോക്കൂ, 2025 ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ബ്ലോക്കായിട്ട് തന്നെയാണ് പലയിടത്തും UDF-ന് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷനിലെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ അതാണ്. ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ കൃത്യമായി UDF വിജയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ സഹപാഠി കൂടിയായ ഒരാൾ ജയിച്ചത് ഏതാണ്ട് 340 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിലെ ഒരു നേതാവ്, മുൻ കൗൺസിലർ വിമതയായിട്ട് മത്സരിച്ചിരുന്നു. അവിടെ മത്സരിക്കുന്ന BJP-കാരത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ 2ാം സ്ഥാനത്ത് വന്നയാളാണ്. എന്നിട്ടും അയാൾ 340 വോട്ടിന് ആ എളംകുളം ഉൾപ്പെടുന്ന ഡിവിഷനിൽ ജയിച്ചു. കാരണം വെച്ചാൽ ഈ ക്രൈസ്തവ വോട്ടുകൾ ഒന്നുപോലും മിസ്സാകാതെ UDF സ്ഥാനാർത്ഥിക്ക് ചെയ്തു. അത് UDF-ൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് PD മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ, എൻ്റെ സഹപാഠി കൂടിയാണ്. അദ്ദേഹം ജയിച്ചതെന്ന് പറഞ്ഞാൽ 340 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇത്രയോ ക്രൈസിസാമാണ് ആ ഡിവിഷനിൽ ഉണ്ടായിട്ട് പോലും. അപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ UDF-ന് വൻതോതിൽ വോട്ടുകൾ കിട്ടി. കൊച്ചി കോർപ്പറേഷൻ ഞാൻ വിസിബിളായിട്ട് കണ്ടതാണ്. അതുപോലെ തന്നെ കളമശ്ശേരി, ആലുവ മുനിസിപ്പാലിറ്റികളിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള, മുസ്ലിം വിഭാഗം കൂടുതൽ, അവിടെയെല്ലാം UDF-ന് വലിയ തോതിലുള്ള ഭൂരിപക്ഷം തന്നെ, ഓരോ ഡിവിഷനിലും ഭൂരിപക്ഷം തന്നെ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ ഒരു കാര്യം, ഈ മൈനോറിറ്റി വോട്ടുകൾ UDF-ലേക്ക് തിരിച്ചു വന്നു. അതിനുള്ള പ്രധാന കാരണങ്ങൾ, ഒന്ന് ഈ വെള്ളാപ്പള്ളി പോലുള്ള ആളുകളുടെ അനാവശ്യമായ ഈ എന്താ പറയുക ഹേറ്റഡ് സ്പീച്ചുകൾ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ, മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, അവയൊക്കെ CPM എൻകറേജ് ചെയ്യുന്നുള്ള തോന്നൽ പൊതുവേ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ക്രൈസ്തവർക്കിടയിൽ, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് CPM-നെ തള്ളിവിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.